ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ തമ്മിൽ കണ്ട പോലെ നമ്മളിപ്പോൾ UK പോവാണ്. അതും 1350 രൂപയ്ക്ക്. അതാണ് അതിലെ ഹൈലൈറ്റ്. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ UK പോകുന്നത് നാട്ടിൽ നിന്നല്ല, അയർലൻഡിൽ നിന്നാണ്. ഇവിടെ യൂറോപ്പിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു എയർലൈനാണ് റയനെയർ. ഞാനിപ്പോൾ അതിനാണ് പോണേ. ഇവിടുത്തെ ഏകദേശം ഒരു 15 യൂറോ ആയത്. നല്ലൊരു ഡീലാണ്. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ പുറത്ത് കിടക്കുന്ന ബാഗ് ഉണ്ടല്ലേ, ഇതുപോലെ ചെറിയൊരു ബാഗ് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് പ്രശ്നങ്ങളും കൂടി ഉണ്ട്. പ്രശ്നമല്ല, ചില കാര്യങ്ങൾ. അത് ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് പറയാം. ഞാൻ പോണത് UKയിൽ ന്യൂകാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഇംഗ്ലണ്ടിൻ്റെ നോർത്ത് പാർട്ടാണ് ന്യൂകാസിൽ. നമ്മുടെ സ്കോട്ട്ലൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ബസ് കയറിയിട്ടാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ബസ് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ പോണ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കോളേജിൽ പോയില്ലേ, അതുപോലെ ലീവ് കാർഡ് വെച്ച് ടാപ്പ് ചെയ്ത് €1 പോണ ബസ്സാണിത്. ഈ ബസ്സിൽ നമുക്ക്, ഈ ബസ്സല്ല, ഒന്ന് മാറി കയറണം. €1 തന്നെ നമുക്ക് എയർപോർട്ട് വരെ എത്താനും പറ്റും. പക്ഷേ എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് സർവീസ് നടത്തുന്ന വേറെ ബസ്സുണ്ട്, എയർ കോച്ച് എന്ന് പറയും. അത് ലിമിറ്റഡ് സ്റ്റോപ്പുമാണ്. ഇപ്പം നമുക്ക് കുറേ പെട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ബസ്സിൽ പോവാം. അതിൽ സീറ്റും എല്ലാം നല്ലതാണ്. അതിന് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന് €7, അതുപോലെ നോർമൽ അഡൾട്ടാണെന്നുണ്ടെങ്കിൽ €14 ആണ് തന്നെ. അങ്ങനെ ഇപ്പോൾ നമുക്ക് ചെറിയൊരു ബാഗ് മാത്രമാണുള്ളത്. അപ്പോൾ ഇതിൽ പോവാം. ഇതിപ്പോൾ €1 എത്തുന്നു, അത് €7 എത്തുന്നു. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുവിധം ബാറുകളുടെയും പബ്ബുകളുടെയും എല്ലാം ഫ്രണ്ട് ഇതുപോലെ ആയിരിക്കും. ഇവിടെയുള്ളവർ വീക്കെൻഡ് ആഘോഷിക്കുന്നത് ഇതുപോലെയാണ്. പിന്നെ നമ്മുടെ ബസ് വരാനായിട്ട് 3 മിനിറ്റ് കൂടി ഉണ്ടെന്നാണ് അവിടുത്തെ ബോർഡിൽ കാണിച്ചത്. ആ ബസ് ഡയറക്റ്റായിട്ട് എയർപോർട്ടിലേക്കുള്ളതാണ്, നമ്പർ 16 ബസ്. അപ്പോൾ ഞാൻ ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ അരമണിക്കൂറിൻ്റെ നിൽപ്പിന് ശേഷം ഫൈനലി നമ്മുടെ ബസ് വന്നിരിക്കുന്നു, നമ്പർ 16. ഈ കാണുന്നതാണ് നമ്മുടെ ബസ്. ഇത് നേരെ ഇതിൽ കയറി കഴിഞ്ഞാൽ നേരെ ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇറക്കി തരും. നേരെ എയർപോർട്ടിലേക്കുള്ളത്. ഇതിനൊരു 3/4 മണിക്കൂറോളം എടുക്കും ഇവിടെ നിന്ന്. ഇത് എയർപോർട്ടിലേക്കുള്ള ബസ്സായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിന് ചെറിയ വ്യത്യാസമുണ്ട്. കൂടുതലും ലഗേജ് വയ്ക്കാനുള്ള സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല തിരക്കാന്ന് തോന്നണേ, വീക്കെൻഡ് ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ടെർമിനലിലെത്തി ഗൈസ്. പക്ഷേ ടെർമിനൽ 2ൻ്റെ ഫ്രണ്ടിലാണ് നിർത്തിയത്. ഇനി നമുക്ക് ടെർമിനൽ 1ലോട്ട്, ടെർമിനൽ 2ൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വഴിയുണ്ട്. ടെർമിനൽ 1ൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് പോകണേ. ടെർമിനൽ 1ലോട്ട് പോകാം. ഇപ്പോൾ ഓൾറെഡി 7:30. നമ്മുടെ ഫ്ലൈറ്റ് വേണ്ടത് 9 മണിക്കാണ്. ഫ്ലൈറ്റ് ഡിലേ ആണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് റയനെയറിൻ്റെ ചെക്ക് ഇൻ കൗണ്ടറിൽ പോയി ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാം. ഈ കാണുന്നതാണ് റയനെയറിൻ്റെ ചെക്ക് ഇൻ ഡെസ്കുകൾ. ഇവിടെ ഈ എയർപോർട്ടിലോട്ട് കയറി വന്ന റൈറ്റ് സൈഡ് മൊത്തം റയനെയറിൻ്റെ ബാഗ് ഡ്രോപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ്. നമുക്ക് ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ പോയി ചെക്ക് ഇൻ കൗണ്ടറിൽ പോയി ബോർഡിംഗ് പാസ് വാങ്ങാം. കിട്ടി ഗൈസ്, കിട്ടി. നമുക്ക് അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇവിടെ UKയും അയർലൻഡും കോമൺ ട്രാവൽ ഏരിയ ആയതുകൊണ്ട് എമിഗ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നേരെ സെക്യൂരിറ്റി ചെക്കിന് പോവാം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ ഗേറ്റിലോട്ട് പോവാം. അത്രയുള്ള പ്രൊസീജിയേഴ്സേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ഡെസ്കിലായാൽ പോലും നമ്മുടെ വിസ നോക്കി, അതുപോലെ നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ട് വരണം. അപ്പോൾ അതും കൂടി കാണിച്ച് അപ്പോൾ തന്നെ ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്ത് വന്നു. ഇവിടെ ഐറിഷ് പാസ്പോർട്ടാണെന്നുണ്ടെങ്കിൽ എന്തോട്ടാ ടിക്കറ്റ് മാത്രം മതി നമുക്ക് ട്രാവൽ ചെയ്യാൻ. പക്ഷെ നമ്മൾ ഐറിഷുകാരല്ലല്ലോ, അതുകൊണ്ട് വിസ വേണം. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് 6 മന്ത് വാലിഡിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയാണ്. €140 ആയി അതിന്. ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 1.5 മാസമായി. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ലണ്ടൻ പോയായിരുന്നു കഴിഞ്ഞ മാസം. പക്ഷെ അന്ന് വ്ളോഗ് എടുത്തില്ലായിരുന്നു. വ്ളോഗ് എടുക്കാനുള്ള ഒരു ഇത് തോന്നിയിട്ടുണ്ടായില്ല, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇനി അടുത്ത മാസം വീണ്ടും ഞാൻ ലണ്ടനിൽ പോകുന്നുണ്ട്. അപ്പോൾ വ്ളോഗ് എടുക്കാം. ഇപ്പം എന്തായാലും ന്യൂകാസിൽ പോണ വീഡിയോ കാണാം നമുക്ക്. ഇനി നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിലോട്ടാണ്. സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി
ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് കാണാം. സെക്യൂരിറ്റി സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞു. സെക്യൂരിറ്റി സ്ക്രീനിങ് വളരെ സിമ്പിളായിരുന്നു. നമ്മുടെ ബാഗ് ചുമ്മാ അവിടെ ഊരി വെച്ചു, കയ്യിലുള്ള പേഴ്സ്, ഫോൺ അതുകളൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള പോലെ പുറത്തേക്കൊന്നും എടുത്ത് വെപ്പിച്ചില്ല, പിന്നെ ഷൂ അത് ഊരിപ്പിച്ചില്ല, ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ബാഗ് വിട്ടു, നമ്മൾ ഒരു സ്കാനിങ് മെഷീൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വന്നു. നമ്മുടെ ബോഡിയിൽ മറ്റേ സ്കാനിങ് മെഷീൻ വെച്ച് ചെക്ക് ചെയ്യലോ പരിപാടികളോ ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമ്മുടെ ഗേറ്റ് വന്നത് 109 ആണ്. ഗേറ്റ് കണ്ടുപിടിച്ച് ഇനി അവിടെ പോയിരിക്കണം. പോണ വഴിക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. UK ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലല്ലാത്തതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ പുറത്തേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ ഡ്യൂട്ടി ഫ്രീ ഫ്ലൈറ്റാണ്. അപ്പോൾ ലിക്കറൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് UK ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലുള്ള ഫ്ലൈറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്കറൊന്നും വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ നമ്മുടെ ആ സ്ക്രീനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് UK നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് ഡ്യൂട്ടി ഫ്രീ ഫ്ലൈറ്റാണെന്ന് പറഞ്ഞു. ഇനി ഗേറ്റിലേക്ക് നടക്കാം. 101 തൊട്ട് 224 വരെയുള്ള ഗേറ്റുകൾക്ക് നേരെയാണ്. നടന്നു തന്നെ വഴിക്ക് ഒരു സുവനീർ ഷോപ്പ് കണ്ടു. ഇവിടെ അയർലൻഡിലെ മെയിൻ സാധനം എന്ന് പറയുന്നത് ലിക്കറാണല്ലോ. ലിക്കറിൻ്റെ ഇതിലുള്ള ബോട്ടിൽ ഓപ്പണറും കീ ചെയിനും കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. കാണാൻ നല്ല രസമുണ്ടല്ല. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8 മണി ആവുന്നുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് 9:05 ഇനിയുണ്ട് 1 മണിക്കൂറിന് മീതെ. ഞാൻ ഡിലേ ആയിട്ടാണ് എയർപോർട്ടിൽ വന്നത്, പക്ഷേ ഇനിയും ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. നമുക്കിനി ഗേറ്റിൽ പോയി വെയിറ്റ് ചെയ്തിരിക്കാം. നടക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ നടക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ സാധനത്തിൽ പോവാം. പറഞ്ഞപ്പോഴേക്കും ആരോ കണ്ണ് വെച്ചു തോന്നുന്നു. സാധനം വർക്ക് ചെയ്യാതായി. ഈ സാധനമല്ല, വേറെ ഇതുപോലത്തെ ഉള്ള സാധനമാണ് വർക്ക് ചെയ്യാതായി. അവരതിൽ കൂടെ നടക്കുന്നു, നമ്മൾ വർക്ക് ചെയ്യാത്ത ഈ സാധനത്തിൽ കൂടെ നടക്കുന്നു. തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഇത് എനിക്ക് തോന്നുന്നു റയനെയർക്ക് മാത്രമുള്ള സ്ഥലമാണെന്ന് തോന്നണം. ചുറ്റും കിടക്കുന്നത് റയനെയറാണ്. അതിൽ പോകാനുള്ളവരാണ് ഈ മൊത്തം ഇരിക്കണത്. ഗൈസ്, നമ്മുടെ ഗേറ്റിലെത്തി 109. പക്ഷെ ഇവിടെ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ലിസ്ബണിലോട്ടുള്ള റയനെയർ ഫ്ലൈറ്റാണ് ഇവിടെ ബോർഡ് ചെയ്യാൻ പോണേ. ലിസ്ബണിൽ പോകാനുള്ളവരാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് വരാൻ കഴിഞ്ഞ സമയമുണ്ടല്ലോ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. അവിടെ താഴെ എങ്ങാനും ഇരിക്കേണ്ടി വരും. എല്ലാ സീറ്റും ഫുള്ളാണ്. അവിടെ എല്ലാവരും ഇരിക്കുന്നതും താഴെയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത്രയും തിരക്കുണ്ടെന്ന്. വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ട്രിപ്പ് പോകാനുള്ള പരിപാടിയിലാണ്. ഞാനങ്ങനെ എയർപോർട്ടിൻ്റെ ഒരു മൂലയ്ക്ക് വന്ന് കുത്തിയിരുന്നു. നല്ല തിരക്കുണ്ടായാലും. അപ്പോൾ പിന്നെ റയനെയറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ സോളോ ട്രാവലറാണ് അല്ലെങ്കിൽ കുറച്ച് ലഗേജൊക്കെയാണ് നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ റയനെയർ പെർഫെക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ട്രാവൽ ചെയ്ത് എന്ന് പറയാൻ പറ്റും. ഈ കാണുന്ന ഒരു ചെറിയൊരു ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്, ചെറിയൊരു ബാക്ക് പാക്ക്. ഇതിൽ 4 ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇരിക്കണതിൻ്റെ ഫ്രണ്ടിലുള്ള സീറ്റിൻ്റെ താഴെ വയ്ക്കണം. ക്യാബിനിൽ വയ്ക്കാൻ അവർ സമ്മതിക്കില്ല. ക്യാബിനിൽ വയ്ക്കരുതെന്നാണ് പറഞ്ഞത്. ക്യാബിൻ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. പിന്നെ കൂടുതൽ ലഗേജ് ഉണ്ടെങ്കിൽ അതിന് വേറെ പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 2 പേരൊക്കെയാണ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത് സീറ്റ് കിട്ടുമല്ലോ. ഇവിടെ പക്ഷേ 2 പേരാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഫ്രണ്ടിലും ചിലപ്പോൾ മറ്റേ ആൾക്ക് ബാക്കിലൊക്കെ ആയിരിക്കും സീറ്റ് കിട്ടുക. അവർക്ക് അടുത്തടുത്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ വേറെ എക്സ്ട്രാ പൈസ ഒരു വാങ്ങണം. അപ്പോൾ അതൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും റയനെയർ ഓക്കെയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട്. നമുക്ക് പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും അവസാനം കയറാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. കണ്ട, നല്ല തിരക്കാണ് ഇന്ന്. മൊത്തത്തിൽ എയർപോർട്ടിൽ നല്ല തിരക്കാണ്. ഇവരൊക്കെ കയറി കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ പോവാം. ഇതാണ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ്, ബോയിങ് 737. ഇതിപ്പോൾ UK നിന്ന് വന്നിട്ട് ഇനി തിരിച്ചിപ്പോൾ UK തന്നെ പോവും. ബോർഡിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ക്യൂ നിൽക്കുന്നു. വെറുതെ ആൾക്കാർ ഇവിടെ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് കയറാനായിട്ട് അവിടെ തണുപ്പത്ത് പിന്നെയും ക്യൂ നിൽക്കുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാം. ഈ കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ബോയിങ് 737 ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ UK പോയി എന്ന് പറഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ലണ്ടനിലാണ് പോയത്. ലണ്ടനിൽ പോയപ്പോഴും എൻ്റെ സീറ്റ്
സെൻട്രലായിരുന്നു. ഇപ്രാവശ്യവും സെൻട്രലാണ്. 14B ആണ് എൻ്റെ സീറ്റ്. 14B ആണ് നമ്മുടെ സീറ്റ്. 14B നോക്കി നടക്കാം. ഇതുപോലെയാണ് നമ്മൾ കൊണ്ടുവന്ന ബാഗ് ഫ്രണ്ടിലെ സീറ്റിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കേണ്ടത്. കുറച്ചുകൂടി കയറിയിരിക്കും, പക്ഷേ എനിക്ക് പവർ ബാങ്കൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇറക്കി വെച്ചു എന്നുള്ളൂ. പിന്നെ എൻ്റെ വിൻഡോ സീറ്റ് അല്ലാഞ്ഞിട്ട് കൂടി ഞാൻ വിൻഡോ സീറ്റ് ചോദിച്ച് വാങ്ങിച്ചു. വിൻഡോയിൽ മൊത്തം ചെളി വയ്ക്കുക, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണാനുണ്ടാവില്ല. അത് തന്നെയല്ല, ഇരുട്ടുമാവും. ഇപ്പം സമ്മർ കഴിഞ്ഞു തുടങ്ങിയല്ലോ. മുന്നൊക്കെ 11 മണിയൊക്കെ ആവുമായിരുന്നു സൺസെറ്റ് ആവാൻ, പക്ഷെ ഇപ്പം നേരത്തെയാണ് സൺസെറ്റ്. ഇപ്പം 9:40 9:05 കൊണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. കുറച്ച് ഡിലേ ഉണ്ട്. അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ നിന്ന് അധികം നേരമില്ല, 1 മണിക്കൂറൊക്കെ ഫ്ലൈ ഉള്ളൂ ന്യൂ കാസിലോട്ട്. ഒരു കടൽ കടന്നാൽ മതിയല്ലോ, നേരെ തൊട്ടപ്പുറത്താണ്. ഞാൻ സീറ്റ് നോക്കി വന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, പിന്നെ 13 ഇല്ല. 13-ന് പകരം നേരെ 14 13 സീറ്റ് അവിടെ പോയി. സീറ്റിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. ഇവിടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും സ്ക്രീനോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇത് ബഡ്ജറ്റ് എയർലൈൻ ആണല്ലോ. ഫ്ലൈറ്റ് റൺവേയിലേക്ക് കയറി. ഇപ്പം തന്നെ ടേക്ക് ഓഫ് ചെയ്യുമായിരിക്കും. കൃത്യം 10:30 ന്യൂ കാസിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു. കറക്റ്റ് 9:45 ഡബ്ലിനിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഇവിടെ 10:30 കൃത്യം 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡബ്ലിനിന്ന് ന്യൂ കാസിലെത്തി. ഇവിടെ സ്കോട്ട്ലൻഡിൻ്റെ ഫ്ലൈറ്റായ ലോഗൻ എയർ കിടപ്പുണ്ട്. ഇതുകൂടാതെ വേറെ അധികം ഫ്ലൈറ്റുകളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ ഇറങ്ങി കിടക്കുന്ന ഫ്ലൈറ്റാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. കാരണം നമ്മൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ബഡ്ജറ്റ് എയർലൈൻ ആയതുകൊണ്ട് മറ്റേ ബ്രിഡ്ജൊന്നും കണക്ട് ചെയ്യുമൊന്നുമില്ല. നമ്മൾ അവിടെ കയറിയപ്പോഴും ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെ. നമ്മൾ നടന്നു പോയി കയറുന്നു, നടന്നു പോയി ഇറങ്ങി, അങ്ങനെ. ഇനി നേരെ പുറത്ത് പോവാം. ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അയർലൻഡും UK കോമൺ ട്രാവൽ ഏരിയ ആയതുകൊണ്ട് ഇമിഗ്രേഷനൊന്നുമില്ല. നേരെ ഇറങ്ങിപ്പോവാം. ഒരു ലാൻഡ് ചെയ്തൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ പുറത്തിറങ്ങാൻ വേണമെങ്കിൽ. നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നു. ലഗേജ് ഉള്ളവർക്ക് ബെൽറ്റിൽ ലഗേജ് കളക്ട് ചെയ്ത് ചെറിയൊരു എയർപോർട്ട്. ആകെ 2 ബെൽറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ബെൽറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്. നമുക്ക് ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. ഇത് എക്സിറ്റ്. ഇതാണ് ന്യൂ കാസിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് ആകെ ഇത്രേ ഉള്ളൂ, വളരെ ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ന്യൂ കാസിലെത്തി. ഇനിയിപ്പോൾ കസിൻ ചേട്ടൻ അവിടെ ഉണ്ടാവും. ചേട്ടൻ്റെ അടുത്തേക്ക് കാർ പാർക്കിങ്ങിലുണ്ട്, അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.